ഇന്ത്യൻ നേവിക്ക് ചൈന ഔദ്യോഗികമായി ഇപ്പോൾ നന്ദി പറഞ്ഞിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൗതുകം തോന്നും, പക്ഷേ സംഭവം സത്യമാണ്. എന്തിനാണെന്നല്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ്, അതായത് ജൂൺ 9 കൊളംബോയിൽ നിന്ന് നവ-ഷെവയിലേക്കുള്ള യാത്രാമധ്യേ തീപിടിച്ച MV വാൻഹായ് 503 എന്ന കപ്പലിൽ നടത്തിയ ത്വരിതവും പ്രൊഫഷണലിസവുമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് ചൊവ്വാഴ്ച ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞത്. സിംഗപ്പൂർ പതാകയുള്ള കണ്ടെയ്നർ കപ്പലിലുണ്ടായിരുന്നവരിൽ 14 പേർ ചൈനക്കാരാണെന്നും അതിൽ 6 പേർ തായ്വാനിൽ നിന്നുള്ളവരാണെന്നും യു ജിങ് ഒരു എക്സ് പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപകട സമയത്ത് കപ്പലിൽ ആകെ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ 22 ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ ഇന്ത്യൻ നേവി പുറത്തെത്തിച്ച് അവരെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ജൂൺ 9 കേരളത്തിലെ അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ MV വാൻഹായ് 503 എന്ന കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിരുന്നു. കപ്പലിലെ ആകെ 22 ജീവനക്കാരിൽ 14 പേർ ചൈനക്കാരാണ്. സമയബന്ധിതവും പ്രൊഫഷണലിസവുമായ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേനയ്ക്കും മുംബൈ തീരസംരക്ഷണ സേനയ്ക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നുവെന്നാണ് ചൈന കൂട്ടിച്ചേർത്തത്. കൂടുതൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ വിജയകരമാകട്ടെ എന്നും പരിക്കേറ്റ ജീവനക്കാർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ചൈനീസ് വക്താവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2020 ഗാൽവാൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള മാരകമായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സെൻസിറ്റീവ് ബന്ധങ്ങൾക്കിടയിലാണ് ഈ പോസ്റ്റ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മെയ് 7 പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷം പാകിസ്ഥാൻ സൈന്യം ഒരു ഇന്ത്യൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി റിപ്പോർട്ട് ചെയ്തതും ചൈനീസ് മാധ്യമമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് ആണ്. ചൈനയിലെ ഇന്ത്യൻ എംബസി ഗ്ലോബൽ ടൈംസിനെ അതിന് ശാസിക്കുകയും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തടഞ്ഞു വയ്ക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഇത്തരം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വസ്തുതകളുടെ ഉറവിടവും പരിശോധിക്കാൻ ഇന്ത്യ ചൈനീസ് മാധ്യമങ്ങളോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോൾ ചൈന ഇന്ത്യ പൂഴ്ത്തുകയാണ്. ഈ വിഷയങ്ങൾക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് അരുണാചൽ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ ഇന്ത്യ ശക്തമായി നിരാകരിച്ചു. അത്തരം കുതന്ത്രങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് തന്നെയാണ് അപ്പോഴും ഇന്ത്യ പറഞ്ഞത്. ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇപ്പോൾ ചൈനീസ് എംബസി ഇന്ത്യൻ നേവിയെ പൂഴ്ത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.